ചെറിയ മാറ്റല്ല. ഇനി ഇങ്ങനെ എടുത്തു നോക്കി, സ്ത്രീകളുടെ പെൺകുട്ടികളുടെ കയ്യെഴുത്തിന്റെ വിഷയം, അവർക്ക് അക്ഷരാഭ്യാസം പഠിപ്പിക്കുന്നതിന്റെ അവസ്ഥ എന്തായിരുന്നു ഒരു കാലത്ത്? 1924 കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സംഘടന രൂപീകരിക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത്. മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിച്ച ശേഷമാണ് സമസ്ത ഉണ്ടാക്കുന്നത്. 26 സമസ്ത രൂപീകരിക്കുന്നത്. അത് കഴിഞ്ഞ് നാലാമത്തെ വർഷം 1930 മണ്ണാർക്കാട് വെച്ച് സമസ്തയുടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയങ്ങളിൽ ഒന്ന് എന്താണെന്നറിയോ? പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്നാണ്. അത് ശർഇൽ പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ ശർഇൽ പ്രത്യേകം പാടില്ലാത്ത വെറുക്കപ്പെട്ട കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ അത് ഹറാമാകാൻ മാത്രമേ തരമുള്ളൂ. ഇക്കാലത്ത് പെണ്ണുങ്ങൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ ഹറാമാണ് എന്ന് 1930 പ്രമേയം പാസാക്കിയിട്ട് ഈ 2025 95 വർഷമായി ഇതുവരെ അത് പിൻവലിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ പറ, ഈ കേരള മണ്ണിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും അവിടെയായിരിക്കില്ലേ നമ്മുടെ സമൂഹം? അത് ഹറാമാണ്, സമസ്ത പറഞ്ഞ് ശരിയാണ്, പെണ്ണുങ്ങൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല, ഹറാമാണ് എന്ന വിശ്വാസത്തിൽ നിൽക്കില്ലേ? മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ മാറ്റിയപ്പോ അവർക്ക് നേതൃത്വം കൊടുത്ത ഉസ്താദുമാരും മാറി. അങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം മാറ്റുന്നത് സമൂഹത്തെയാണ്. സമൂഹം എന്ത് ചെയ്യും? അവർ നേതാക്കന്മാരെ ഉസ്താദുമാരെ മാറ്റും. അങ്ങനെയാണ് ഓരോ വിഷയവും. ഞാൻ പറയുന്നത്, ഇന്ന് കേരളത്തിലെ ഒരു മുസ്ലിം പെൺകുട്ടി പുതിയൊരു നക്ഷത്രത്തെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ വാർത്ത നമ്മൾ വായിച്ചതല്ലേ? ഒരു പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടി വിമാനം പറത്തി, ഈ അടുത്ത വാർത്ത നമ്മൾ അറിഞ്ഞതല്ലേ? ഇതുപോലെ ഉന്നതമായ സ്ഥാനങ്ങളിൽ, ഗവേഷണ രംഗങ്ങളിൽ മുസ്ലിം പെൺകുട്ടികൾ ഇന്ന് ധാരാളമില്ലേ? ഈ രംഗത്ത് നാട്ടിലെ മുസ്ലിങ്ങൾ എല്ലാവരും മുജാഹിദായി. പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്നുള്ള വിഷയത്തിൽ മുജാഹിദ് അല്ലാത്ത ഒരാളും നാട്ടിലില്ലാത്ത രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കി. ഇനി നോക്ക് നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പഠനം എന്തായിരുന്നു ഒരു കാലത്ത് സ്ഥിതി? ഖുർആൻ അത് ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓതാ, റമളാനിലും ചിലപ്പോൾ എടുത്തു നോക്കുക, ഇത്രയുള്ളായിരുന്നു. ഞാൻ വരാം, മരിച്ചേത്തുള്ള ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് സമയബന്ധിതമായി ഞാൻ വരാം. പറയുന്നത് ആകെ അതായിരുന്നു ബന്ധം. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നമ്മുടെ നാട്ടിൽ ഓതീന സാധനം എന്താ? മാല, മൗലിദ്, സബീനന്റെ ഏട്. ഇന്നിപ്പോ സബീന എന്ന് പറഞ്ഞാൽ തന്നെ സമൂഹത്തിന് അറിയില്ല. ഈ പാത്രം കഴിക്കുന്ന പൊടിയാന്ന് എഴുതിക്കുന്ന ചില ആൾക്കാർ. ആ സബീനല്ല. 33 വക, 333 വക, 3333 വക, 666 വക, 7779 വക, ഇങ്ങനെയൊക്കെ ഫാൻസി നമ്പറാണ്. ഇത്ര വക, പല വക, അങ്ങനെ ഓരോരുത്തരങ്ങനെ എഴുതി ഉണ്ടാക്കുക. എന്നിട്ട് ഓരോ വക എന്നിട്ട് ഓരോ വകയിൽ ഉണ്ടാക്കാൻ. ഈ സാധനം ആയിരുന്നില്ലേ കാരണന്മാരെ ഒരു കാലത്ത് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നമ്മുടെ നാട്ടിൽ ഓതീന്? ഇപ്പൊ അതൊക്കെ നാട് നീങ്ങിയില്ലേ? അൽഹംദുലില്ലാ. പകരം ഖുർആൻ ഓതണം എന്നൊരു ചിന്ത വന്നില്ലേ? ഇത് വെറുതെ ഉണ്ടായതാണോ? അതുപോലെ ഖുർആൻ പഠനം, ഒരു കാലത്ത് ഖുർആൻ പഠിക്കാൻ ഖുർആൻ ക്ലാസ്, ഇന്ന് എത്ര ഖുർആൻ ക്ലാസ്, ഖുർആൻ സ്റ്റഡി സെന്ററുകൾ, ഖുർആൻ പ്രഭാഷകർ. അതിന് മാത്രം സ്പെഷ്യൽ പ്രസംഗകരാണ്. ഖുർആൻ പ്രഭാഷണം, ഖുർആൻ പ്രഭാഷകർ, ഖുർആൻ പഠനവേദി. നിങ്ങൾക്കറിയോ, അരീക്കോട് പഴയ കാലത്ത് NV അബ്ദുസ്സലാം മൗലവി ഖുർആൻ ക്ലാസ് തുടങ്ങിയപ്പോ അതിനെ കളിയാക്കിക്കൊണ്ട് അന്ന് ഉസ്താദുമാര് പറഞ്ഞത്,
ഞങ്ങൾ ഖുർആൻ പിഞ്ഞാണത്തിലാക്കിയപ്പോ നിങ്ങൾ ക്ലാസ്സിലാക്കിയില്ലേന്നാ. പിഞ്ഞാണത്തിലാക്കുക നേരത്തെ പറഞ്ഞ ചികിത്സന്റെ ഭാഗമാണ്. ചികിത്സ ഇല്ല, പിന്നെ പകരം എന്താ? പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് കലക്കി ആ മഷി കുടിക്കുക. ആ അസുഖത്തിന് കഥ പിന്നെ എന്താ പറയണ്ടോ? ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഖുർആൻ ക്ലാസ്സിനെ എതിർത്തു. ഇന്ന് ഇഷ്ടം പോലെ ഖുർആൻ ക്ലാസ്. പക്ഷെ പല ഖുർആൻ ക്ലാസ്സിലും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഇരിക്കട്ടെ, നല്ല ഖുർആൻ പഠിക്കണം എന്നുള്ള ടെൻഡൻസി ഉണ്ടാക്കിയില്ലേ? അത് വെറുതെ ഉണ്ടായതാണോ? ഇങ്ങനെ പരിശോധിച്ചാൽ ഖുർആൻ പരിഭാഷ മർഹൂം മുഹമ്മദ് അമാനി മൗലവി, അലൈ മൗലവി തുടങ്ങിയ പണ്ഡിതന്മാർ ആ അമാനി തഫ്സീർ എഴുതുന്ന കാലം അത് പുറത്തിറങ്ങിയപ്പോ മുജാഹിദുകൾ മാത്രമല്ല അത് ഉപയോഗിക്കുന്നത്, വായിക്കുന്നത്, പഠിക്കുന്നത്. മുജാഹിദുകൾ അല്ലാത്തവർ വായിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എമ്മക്കും വേണമെന്നുള്ള നിലക്ക് ഈ നമ്മളെ കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം പരിഭാഷ എഴുതി. ആ സമയത്ത് നിങ്ങൾക്കറിയോ, EK ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഒരു പുസ്തകം എഴുതി, തഹ്ദീറുൽ ഇഖ്വാൻ. EK ഹസൻ മുസ്ലിയാർ ഒരു ഖുർആൻ പരിഭാഷക്കെതിരെ ഒരു പുസ്തകം എഴുതി. തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്നാണ് അതിൻ്റെ പേര്. അതായത് ആളുകളെ, സഹോദരങ്ങളെ ഖുർആൻ പരിഭാഷയിൽ നിന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന, അവരെ അകറ്റാനുള്ള, അതിനെക്കുറിച്ച് വാണിംഗ് കൊടുക്കാനുള്ള ഗ്രന്ഥം എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്നാണ് ആ പുസ്തകം പറയുന്നത്. അതിൽ പറയുന്ന ഒരു സംഗതി, സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധം പോയിട്ട് പ്രത്യേക സുന്നത്ത് കൂടില്ല. പോരാ, കഴിഞ്ഞില്ല. 3 ആയത്തിന്റെ അർത്ഥം തുടർച്ചയായി പറഞ്ഞ അത് ഹറാമാണ്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, എത്ര ആയത്താണ് ഉസ്താദുമാര് വേദിയിൽ കയറിന് ആയത്തോതിന് അർത്ഥം അങ്ങനെ പറയണേ. ഇതൊന്നും വെറുതെ ഉണ്ടായ മാറ്റല്ല. ഞാൻ അതാ പറഞ്ഞത്, മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴെന്തായിരിക്കും കഥ? എന്ത് ഖുർആൻ പഠനം? ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞു പോകും. ഇനി നോക്ക്, 1924 കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചെന്ന് പറഞ്ഞല്ലോ. ആലുവയിൽ വെച്ചാണ് രൂപീകരിക്കുന്നത്. അന്ന് വേറെ സംഘടന സംവിധാനമൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ഇതിൽ പല ആൾക്കാരുണ്ട്. അപ്പൊ ഈ സംഘടന രൂപീകരിക്കുന്ന സമയത്ത് ഒരു ബാക്കവിയായ പണ്ഡിതൻ അദ്ദേഹം ചോദിച്ചു അത്ര ആ യോഗത്തിൽ വെച്ചിട്ട്, സംഘടന നമുക്ക് നല്ലതാണ്, ആവശ്യമാണ്, പക്ഷേ അത് ഉണ്ടാക്കാൻ ദലീല് എന്താണ് എന്ന് ചോദിച്ചു. ദലീൽ എന്ന് പറഞ്ഞാൽ തെളിവ് എന്നാണ് അർത്ഥം. അറബിയിൽ അദ്ദേഹം ചോദിച്ചു, അറബി പദമാണ് ഉപയോഗിച്ചത്. ദലീൽ എന്താണ്? അപ്പൊ മർഹൂം EK മൗലവി അദ്ദേഹം ആയത്തോതി കൊടുത്തു. വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്ന് ഒരു സമൂഹം ഉണ്ടാകട്ടെ. ഖുർആൻ പറയുന്നുണ്ട്. ഈ പറയുന്നത് ആരോടാ? വിശ്വാസികളോടാണ്. ആ ആയത്തിന്റെ അല്പം പിന്നോട്ട് പോയാൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്നാണ്. അപ്പൊ വിശ്വാസികളോട് പറയാണ്, വിശ്വാസികളെ, നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം, ഒരു വിങ്, ഒരു ടീം ഉണ്ടാകട്ടെ. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, നല്ലതിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ഖുർആൻ പറയുന്നുണ്ട് എന്ന് ഈ ആയത്ത് ഓതിക്കൊടുത്തപ്പോ ഈ ഉസ്താദ്, ബാക്കവിയായ ഉസ്താദ് തിരിച്ചു ചോദിച്ചു അത്രേ, ഞാൻ ചോദിച്ചത് ദലീലല്ലേ, നിങ്ങൾ ഓതിയത് ആയത്തല്ലേ? ഒരു നാടനായ ആളല്ല ഈ പറയണത്. പിന്നെ ആരാ? ഒരു ബാക്കവിയായ പണ്ഡിതൻ. അന്നത്തെ പണ്ഡിതന്മാർ നിലവാരം പോലും അങ്ങനെയാണ്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, സുന്നി മുജാഹിദ് സംവാദങ്ങൾ എത്രയോ നടക്കാറുണ്ട്. ഈ സംവാദം നടക്കുമ്പോ പ്രമാണം എന്താകണം? പലതും തർക്കണ്ട. വാദം എന്താണ്, പ്രതിവാദം എന്താണ്, സ്ഥലം എവിടെയാണ്, അതിന്റെ സമയം, ഇങ്ങനെ തുടങ്ങി പലതും ചർച്ച ഉണ്ടാവും. എന്നാൽ തെളിവെന്താണ്? ഖുർആന്, സ്വഹീഹായ ഹദീസ്, അതുപോലെ ഇജ്മാ, ഖിയാസ്.
ഖുർആൻ തെളിവാണോ ദലീലാണോ അല്ലെങ്കിൽ തർക്കണ്ടാവൂല. എന്തേ? ആ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ മാറ്റി. സമൂഹം മാറിയപ്പോ ഉസ്താദുമാരും മാറി. ഇങ്ങനെയാണ്. നിങ്ങൾ നോക്ക്, മദ്രസ പ്രസ്ഥാനം വാഴക്കാട് ദാറുൽ ഉലൂമിൽ മർഹൂം ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി അദ്ദേഹം മദ്രസ തുടങ്ങി. അതുവരെയുള്ള ഓത്തുപള്ളി സിസ്റ്റാണ്. ഉസ്താദ് ഇങ്ങനെ ഇരിക്കുക, കുട്ടികളപ്പുറത്ത് ഭവ്യതയോടെ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഓതിക്കൊടുക്കുക, ഏറ്റു ചൊല്ലുക. അതാണ് അന്നത്തെ സിസ്റ്റം. അവിടുന്ന് മാറിയിട്ട് ബോർഡും ചോക്കും ഉപയോഗിച്ച്, ബെഞ്ചും ഡെസ്കും ഉപയോഗിച്ച്, ഇന്നത്തെ അത്ര സൗകര്യം ഇല്ലെങ്കിലും ഉള്ള സൗകര്യത്തിൽ അന്ന് മദ്രസ സംവിധാനം തുടക്കം കുറിച്ചു ചാലകത്ത് കുഞ്ഞഹമ്മദാജി. അദ്ദേഹം അത് ആരംഭിച്ചപ്പോ വലിയ എതിർപ്പുണ്ടായി. മാത്രമല്ല, അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, അവിടെ കുട്ടികൾക്ക് വായിക്കാൻ പത്രം ഇട്ട് കൊടുത്തു. ഇന്നത്തെ മാതിരി കുറെ പത്രങ്ങളും അതിന് കുറെ എഡിഷൻസ് ഒന്നും ഇല്ല. എന്നാലും ഉള്ളത് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ലോകവിവരം ഉണ്ടാവണം, ലോകത്തിന്റെ സ്പന്ദനങ്ങൾ അവർ അറിയണം, കാലൊച്ച അവർ കേൾക്കണം എന്ന നിലയ്ക്ക് അവർക്ക് പത്രം ഇട്ട് കൊടുത്തു. ഇതൊന്നും അന്നത്തെ മുസ്ലിയാക്കന്മാർക്ക് പറ്റിയില്ല. എന്നിട്ട് എന്തെല്ലാമാ പറഞ്ഞെന്നറിയോ? ചില ഉസ്താദുമാർ പ്രസംഗിച്ചു അത്രേ അന്ന്. എന്താ പത് കഥ? ഉസ്താദ് നിൽക്കുക, കുട്ടികളിരിക്കുക, അദബ് കേടല്ലേ? സാധാരണ എങ്ങനെ? ഉസ്താദ് വലിയ ആളാണ്, മൂപ്പരെന്ത് ചെയ്യുന്നു? മൂപ്പരോടെ നിൽക്കുക, മൂപ്പരിക്കണ്ടേ? ഇത് മൂപ്പരെ നിൽക്കുക, കുട്ടികളെങ്ങനെ ഇരിക്കുക, അദബ് കേടല്ലേ? പിന്നെ പറഞ്ഞു അത്രേ, ചോക്ക് കൊണ്ട് ഖുർആൻ ബോർഡിൽ എഴുതിയാല് അത് മായ്ക്കും, ആ പൊടി എങ്ങട്ടാ വീണ്? നിലത്തേക്കല്ലേ. അത് ഖുർആൻ എഴുതിയ ആ ചോക്കിന്റെ പൊടി നിലത്ത് വീണാൽ അദബ് കേടല്ലേ? അതുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് മദ്രസയിൽ ഈ ബോർഡില്ലേ, ചോക്കില്ലേ, എഴുതണില്ലേ, മായ്ക്കണില്ലേ, ആ പൊടി നിലത്തേക്ക് വീണില്ലേ, അത് മേപ്പെട്ട് പോവാ. ഞാൻ പറഞ്ഞത്, ഈ സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇല്ലെങ്കിൽ കാണുന്നൊരു കഥ എന്താകും? ചിത്രം മറ്റൊന്നാകുമായിരുന്നു. അങ്ങനെ മദ്രസ തുടങ്ങി. ഇപ്പോ ഞങ്ങൾക്കാണ് കൂടുതൽ മദ്രസ. ആയിക്കോട്ടെ, സന്തോഷം. ആ മാർഗത്തിൽ വന്നില്ലേ, ആ റൂട്ട് കയറിയില്ലേ, അതിന് മുജാഹിദ് കുറെ അധ്വാനിച്ചില്ലേ. ഇനി ഇങ്ങനെ വന്നാൽ സ്ത്രീകൾ പള്ളി പോണ വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു കാലത്ത് സ്ത്രീകൾ വീടിന്റെ ഉള്ളിൽ മാത്രം കഴിയണമെന്നാ പറഞ്ഞിന്, പുറത്തിറങ്ങാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ പള്ളി പോലെ ഹറാം, ഫിത്ന, തടയണം, വിലക്കപ്പെടണം എന്നൊക്കെ എന്ന് പറഞ്ഞത്. മുജാഹിദുകൾ പണ്ടേ പറഞ്ഞു, കൂട്ടരെ, പെണ്ണുങ്ങളുടെ പള്ളിയിൽ നിന്ന് തടയാൻ നമുക്ക് വകുപ്പില്ല. ഒരു പള്ളി കമ്മിറ്റിക്കും പെണ്ണിനെ പള്ളിയും തടയാൻ വകുപ്പില്ല. മുജാഹിദ് പള്ളിയാലും സുന്നിപ്പള്ളിയാലും ഒരാൾക്കും തടയാൻ വകുപ്പില്ല. കാരണം എന്താ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. അല്ലാഹുവിന്റെ ദാസികളെ, പെണ്ണുങ്ങളെ പള്ളി നിങ്ങൾ തടയാൻ പാടില്ല. പിന്നെ നമ്മളെങ്ങനെ തടയാ? മുജാഹിദികളെ നിങ്ങൾ അടയാൻ പാടില്ല മാത്രാ പറഞ്ഞത്? മൊത്തം മുസ്ലിങ്ങൾ പറഞ്ഞത് എല്ലാവരും സ്വീകരിക്കണ്ടേ അല്ലേ? തടയാൻ പാടില്ല. ഭർത്താക്കന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാര് പള്ളിയിൽ പോട്ടെ എന്ന് അനുമതി ചോദിച്ചാൽ നിങ്ങൾ തടയരുത്, അനുമതി കൊടുക്കുക. ഇതുകൊണ്ടാണ് മുജാഹിദ് പള്ളിയിൽ പെണ്ണിന് വരാൻ സൗകര്യം ചെയ്യുന്നത്. തടയാൻ നമുക്ക് പറ്റൂല എന്നുള്ളതുകൊണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്നാൽ പഴയ കാലത്ത് പറഞ്ഞു, പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഇങ്ങോട്ടാണെന്ന് പറയാ പറഞ്ഞു. അവസാനം സമൂഹം മാറി. പറയല്ലേ, സമൂഹം മാറും, അപ്പൊ ഉസ്താദുമാർ മാറും. ഇപ്പൊ എവിടെ എത്തി? പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല, ഹറാമാണെന്നൊക്കെ തലക്കെ പറയും. അതോടൊപ്പം യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം. അല്ല ഉസ്താദേ, ഈ വീടിന്റെ ഉള്ളൊക്കെ പോയോ? സംഭവം എന്താ അറിയോ? പെണ്ണുങ്ങൾ പുറത്തിറങ്ങാണ്, മുജാഹിദുകൾ വയലും കേൾക്കാണ്. പെണ്ണ് പള്ളിയിൽ പോകാൻ തടയാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും?
അവിടെ പള്ളി പോകുന്നു. അങ്ങാടി പോയ മുജാഹിദ് പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിലെ അവിടെ പെണ്ണേക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുള്ള സ്ഥലത്ത് പോയി നിസ്കരിക്കുന്നു. അപ്പൊ ഇനിയിപ്പോൾ അവിടെ ജുമയിൽ പങ്കെടുത്താണ്ട് ഖുത്ബയും എല്ലാം കേട്ട് ബലമാശി പേച്ചു പോകുമോ? അപ്പൊ എന്തായി? ഇവര് നിസ്കരിക്കാനുള്ള സൗകര്യം. ഒരു 10-25 കൊല്ലം മുമ്പ്, ഒരു 10-30 കൊല്ലം മുമ്പ് ഇങ്ങനൊരു സംഗതി നമ്മൾ ചിന്തിച്ചിരുന്നു. നമ്മുടെ ഉസ്താദുമാരോട് എഴുതിയൊക്കെ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം. എന്നിട്ട് പള്ളി ഇവിടെ ആണെങ്കിൽ പഴയ കാലത്ത് നിസ്കരിക്കാൻ സൗകര്യം ഓപ്പോസിറ്റ് സൈഡിലേന്, അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്ത്, അല്ലെങ്കിൽ കുറച്ച് ഇപ്പുറത്തേന്. ഇപ്പോൾ മിക്കവാറും സ്ഥലത്ത് ആ ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഒരു 8-10 കൊല്ലം കഴിയുമ്പോൾ ഉള്ളുക്കണ് കയറിക്കോളും. ഇവിടത്തില്ലേ ഇതാ പറഞ്ഞത്. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ നാടിന്റെ ചിത്രം മറ്റൊന്നാകുമായിരുന്നു. പെണ്ണുങ്ങളുടെ സ്ഥിതി എന്താവും? ഇങ്ങനെ മാറ്റം ഉണ്ടായി. ഞാൻ പറയുന്നത് ഈ മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ വെറുതെ ഉണ്ടായതല്ല. ഇതിനിടയിൽ അതിശക്തമായ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതിശക്തമായ എതിർപ്പുകൾ. മുജാഹിദ് പ്രസ്ഥാനത്തെ, അതിന്റെ പ്രവർത്തകരെ ബഹിഷ്കരിച്ച ചരിത്രമുണ്ടായിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പ്രവർത്തകൻ മലപ്പുറം ജില്ലയിലെ തൃപ്പനച്ചിയിൽ മരിച്ചപ്പോൾ അയാളുടെ മയ്യത്ത് ആ പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കാൻ സമ്മതിച്ചില്ല. അയാളുടെ മയ്യത്ത് ഖബർസ്ഥാനിൽ ഖബറടക്കാൻ സമ്മതിച്ചില്ല. ആ പള്ളിയിടത്തെ കൊണ്ടുവന്നിട്ടുള്ള മയ്യത്ത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടുകാർ തിരിച്ച് ഇങ്ങോട്ട് പിന്നെയും കൊണ്ടുവന്നു. ഇവിടെ അങ്ങോട്ടും 6-7 ദിവസം മയ്യത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടന്നു. മഞ്ചേരി കോടതി കേസ് വന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് കോടതി ഉത്തരവുണ്ടായത്. ഒരു മുസ്ലിമിന്റെ മയ്യത്ത് ഖബറടക്ക് തടയാനും ഒരു മഹല്ല് കമ്മിറ്റിക്കും അധികാരമില്ല. അന്ന് വന്ന ഓർഡറാ. എന്താണ് ആ പാവം മൊല്ലാക്ക മുത്തനൂരിൽ മൊല്ലാക്ക ചെയ്ത തെറ്റ്? അള്ളാഹുവോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ദീനായി ഞാൻ സ്വീകരിക്കുക എന്ന് പ്രഖ്യാപിച്ചു. ഇതിന്റെ പേരിലാണ് പറയുന്നത്. ഇങ്ങനെയുള്ള വലിയൊരു ചരിത്രം ഇതിന്റെ പിന്നിലുണ്ട്. ഇങ്ങനെയാണ് ഈ സമൂഹത്തിൽ മാറ്റമുണ്ടായത്. ഈ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ പിന്നിൽ അതിശക്തമായ ആദർശരംഗത്തെ പ്രവർത്തനത്തിന്റെ പോരാട്ടങ്ങളുടെ, ആദർശ പോരാട്ടത്തിന്റെ ചരിത്രമുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇനിയും സമൂഹത്തിൽ പലരും മാറാത്ത പ്രധാനപ്പെട്ട ചില തലങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അള്ളാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടതെന്ന് മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറയുന്നു. എന്നാൽ അത് സ്വീകരിക്കാൻ ഇപ്പോഴും സമൂഹത്തിലെ ചില ആളുകൾ രംഗത്ത് വന്നിട്ടില്ല. കുറേയൊക്കെ അൽഹംദുലില്ലാഹ് മാറ്റമുണ്ടായി. എന്നാലും ഇനിയും പലരും അറച്ചു നിൽക്കുകയാണ്, മടിച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത് അള്ളാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഇല്ലെങ്കിൽ അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്. ശിർക്ക് ചെയ്താലോ ആ മനുഷ്യൻ ശാശ്വതമായി നരകത്തിലാണ്. പ്രിയമുള്ളവരെ, ശിർക്കോട് മനുഷ്യൻ മരിച്ചു പോയാൽ ഒരു കാലത്തും അയാൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ലാത്ത നിലക്ക് ശാശ്വതമായി നരകത്തിലായിരിക്കും. അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കണം, അള്ളാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഈ സമൂഹത്തോട് ഞങ്ങൾ പറയുന്നു. ഉസ്താദുമാര് ചിലരെ പറഞ്ഞു അത് പുത്തൻവാദമാണ് എന്ന്, അത് നവീന ആശയമാണ് എന്ന്, അത് ബിദ്അത്തിന്റെ ആശയമാണ് എന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ സട്ടാവായ അള്ളാഹിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്നത് പഴയ ആദർശമാണ്, പഴയ വാദമാണ്. അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ഒന്നാമത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്നാമത്തെ മനുഷ്യൻ എന്നുള്ളത് ഇന്നിപ്പോ ചില മുസ്ലിയാക്കന്മാർ അവിടെയും പിത്തനുണ്ടാക്കി. അല്ലല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒന്നാമത്തെ മനുഷ്യൻ. ഒന്നാമത്തെ ആളാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആദ്യത്തെ മനുഷ്യനാരാ? അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു, റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആരോട്? അല്ലാഹുവോട്. ഈ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പോലെ അല്ലാഹുവോടായിരിക്കണേ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഞങ്ങൾ ഈ സമൂഹത്തോട് പറയുന്നു.
ഇത് തെറ്റാണോ? നമുക്കെല്ലാവർക്കും സ്വീകരിച്ചുകൂടെ? എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയ ആശയമല്ലേ അത്? ഇനിയോ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ റസൂലാണ്. ആ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, അല്ലാഹുവേ എനിക്കെന്റെ പാപം നീ പൊറുത്തു തരണേ അല്ലാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതുപോലെ എന്റെ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണേ അല്ലാ. വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ, എന്റെ വീട്ടിൽ ഈമാനോടെ പ്രവേശിച്ചവർക്കും നീ പൊറുക്കണേ അല്ലാ. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസിനികൾക്കെല്ലാം നീ പൊറുക്കണേ എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത് അല്ലാഹുവോടാണ്. ഞങ്ങൾ പറഞ്ഞത് ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത പോലെ അല്ലാഹുവോടായിരിക്കണം നമ്മളും ദുആ ചെയ്യേണ്ടത്. ഇത് പുതിയ വാദാണോ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വീകരിച്ച ആശയല്ലേ? നമ്മൾ സ്വീകരിക്കേണ്ട ആശയല്ലേ? ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ആദം നബിയോടായിരുന്നോ? ഹവ്വാ ബീവിയോടായിരുന്നോ? ഇദ്രീസ് നബിയോടായിരുന്നോ? അല്ലാഹുവോടല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടില്, ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, ഈ മങ്കൂസ് മൗലിദ് ഒരു മൗലിദ് ഉണ്ടല്ലോ. ഈ മങ്കൂസ് മൗലിദിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്താ? ഞങ്ങൾ എതിർക്കാനുള്ള ഒരു കാരണം എന്താ? ഇർതകബ്തു അലൽ ഖത്വാ ഗൈറ ഹസുരിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താണ്? ഞാൻ കുറെ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, കയ്യും കണക്കുമില്ലാതെ. എത്രയാണ് തെറ്റുകൾ എന്നറിയില്ല, കുറെ തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. ലേക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, നബിയെ അങ്ങയോട് ഈ വിഷയത്തിൽ ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു. തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് പുറത്ത് കിട്ടാൻ ആവലാതി പറയുന്ന ആരോടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതോ? അവിടുന്ന് പഠിപ്പിച്ചു, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യണം, അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്യണം. ഞാൻ ഒരു ദിവസം അല്ലാഹുവിലേക്ക് ഞാൻ 100 തവണ തൗബ ചെയ്യാറുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 100 തെറ്റ് ചെയ്തിട്ടല്ല, ഒരു തെറ്റും ചെയ്തിട്ടല്ല. ചില ആൾക്കാർ മുജാഹിദികളെ പറ്റി പറയലുണ്ട്, അള്ളാഹിന്റെ റസൂൽ വലിയ തെറ്റുകാരനാണെന്നാണ് മുജാഹിദിന്റെ വിശ്വാസം. അല്ല, തെറ്റ് ചെയ്തിട്ടല്ല. അത് തെറ്റ് ചെയ്യാതെ തന്നെ തെറ്റ് ചെയ്ത ഒരാള് പറയുന്ന താഴ്മയോടെ, വിനയത്തോടെ, സൂക്ഷ്മതയോടെ അള്ളാഹുവിലേക്ക് മടങ്ങി, അങ്ങനെ തൗബ ചെയ്തു എന്നാണ്. തെറ്റ് ചെയ്തിട്ടില്ല, ആ സൂക്ഷ്മതാബോധാണത്. റസൂലുള്ളാഹി പറഞ്ഞെന്താ? നിങ്ങൾ എന്നോട് പറഞ്ഞോളീന്നാ? അല്ല, അള്ളാഹുവിലേക്ക് മടങ്ങിയെന്നാണ്. ഇതാ ഞങ്ങൾ പറഞ്ഞ്. ഇത് പുത്തൻവാദാണെങ്കിൽ പഠിപ്പിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നിങ്ങൾ ആലോചിക്കും, ഒരു വാശിപ്പുറത്ത് കേൾക്കേണ്ടതല്ലോ അത്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലേ പഠിപ്പിച്ചത്? അള്ളാഹിനോടായിരിക്കണം നിങ്ങൾ തൗബ ചെയ്യേണ്ടത്, ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്. ഖുർആൻ പഠിപ്പിച്ചല്ലേ? യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹാ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം, ആത്മാർത്ഥമായ തൗബ ചെയ്ത് മടങ്ങണം. നോക്കൂ നിങ്ങൾ. അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ പുത്തൻവാദല്ല, ഖുർആൻ പഠിപ്പിച്ച ആശയാണ്, ഹദീസ് പഠിപ്പിച്ച ആശയാണ്. ഇനി മറ്റൊരു പ്രവാചകന്റെ ഉദാഹരണം, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ജീവിതത്തിലുണ്ടായ പ്രയാസത്തിനെന്നറിയോ? ഒരു മനുഷ്യന് ദുനിയാവിൽ ഉണ്ടാകുന്ന പ്രയാസത്തിന്റെ ഒരു
പരമാവധി എന്ന് പരാജാതി എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, അതൊക്കെ ഇല്ലാതായി മാരക രോഗം ബാധിച്ചു. ആമക്കളുണ്ട്, ഓരോരുത്തരായി കണ്ണു മുന്നിൽ മരിച്ചാണ്ട് വീണു. പിന്നെ അത്യാവശ്യ സമ്പത്തൊക്കെ ഉണ്ടായി, ഒക്കെ ഇല്ലാതായി. ഇനി അങ്ങട്ടാ. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് പ്രാർത്ഥന വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർർ വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ദുആ ചെയ്യാണ്, അല്ലാഹുവേ എനിക്കിതാ പ്രയാസം ബാധിച്ചിരിക്കുന്നു, എനിക്കിതാ രോഗം വന്നിരിക്കുന്നു. അല്ലാഹ് വഅൻത അർഹമുർ റഹീമീൻ, നീ അർഹമുർ റഹീമീനാണല്ലോ, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നന്നായി കരുണ കാണിക്കുന്നവനാണല്ലോ, എന്നോട് കരുണ കാണിക്കണേ അല്ലാ, എന്റെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. നമ്മുടെ നാട്ടിലാണെങ്കിലോ, ഞാൻ കുറ്റപ്പെടുത്താൻ പറയല്ലോ, ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താ ചെയ്യുക? രോഗം, കുട്ടികളുടെ മരണം, സമ്പത്തില്ലാതായി ആകെ ഇങ്ങനെ എടങ്ങേറാണ് നേരത്ത് എന്തായിക്കൊണ്ടാകുക? കുത്തുബിയത്ത് അയക്കുക എന്ന് പറയും. കുടുങ്ങിയാലും കുത്തുബിയത്ത്, സന്തോഷം ഉണ്ടായാലും കുത്തുബിയത്ത്. വല്ല കടും കള്ളിക്കപ്പാടെ വന്ന് എടങ്ങേറായി നിൽക്കുകയാണെങ്കിലും കുത്തുബിയത്ത്. ഒരു സന്തോഷം ഉണ്ടായി, ഒരു ജോലിയൊക്കെ, മകന് ഗൾഫിൽ പോയി ജോലിയൊക്കെ കിട്ടി, എന്നാലും കുത്തുബിയത്ത്. എന്താ ഈ കുത്തുബിയത്ത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ മനുഷ്യനുണ്ടാക്കിയ സാധനമാണ് ഈ കുത്തുബിയത്ത്. അല്ലാതെ അള്ളാന്റെ റസൂലിന്റെ അല്ലെങ്കിൽ മൊയ്തീൻ ശേഖിന്റെ പേരിലാണ് സാധനം. മൊയ്തീൻ ശേഖ് കൂടി ഉണ്ടാക്കിയല്ല, അദ്ദേഹത്തിന്റെ പേരിലൊക്കെ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയറിയോ? പറഞ്ഞങ്ങനെ ഉണ്ടാക്കും, ഒക്കെ ഓവറാണല്ലോ, ഒക്കെ പറഞ്ഞുണ്ടാക്കിയാണ്. ഇരിക്കട്ടെ, അദ്ദേഹത്തെ ഈ കുത്തുബിയത്തിൽ ഞാൻ ചില സാമ്പിൾ മാത്രം പറഞ്ഞുതരാം. കുത്തുബിയത്ത് പറയാണ്, ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു വല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു വനജ്ജിഹി മിൻ ലളാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി ഇമ്മുഹിയദ്ദീനി. എന്താണ് പറഞ്ഞത്? ബസ്സിർ ഫുആദി, ശൈഖേ എന്റെ ഹൃദയത്തിന് അങ്ങ് ഉൾക്കാഴ്ച നൽകണം. സിറാത്തൻ അൻത സാലികുഹു, അങ്ങ് പ്രവേശിച്ചൊരു മാർഗമുണ്ടല്ലോ, സത്യത്തിന്റെ മാർഗമുണ്ടല്ലോ, ആ മാർഗത്തിലേക്ക് എന്റെ ഹൃദയത്തിന് കൂടെ അങ്ങ് ഉൾക്കാഴ്ച നൽകണം ശൈഖേ. സിറാത്തും മുസ്തഖീമിലാകാൻ, ഹിദായത്ത് കിട്ടാൻ, സന്മാർഗം കിട്ടാൻ കുത്തുബിയത്തിൽ ചോദിക്കാൻ ആരോട്? ശൈഖ് ജീലാനിയോട്. എന്താ നിങ്ങൾ ആലോചിക്കണം, നമ്മളൊക്കെ നിസ്കരിക്കുമ്പോ വരെ ഇന്നും സൂറത്തുൽ ഫാത്തിഹ ഓതിയപ്പോ പറഞ്ഞതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാ നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ വഴി നടത്തണേ. നിങ്ങൾക്കറിയുമോ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ മൂത്താപ്പ അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിക്കാതെ മരിച്ചുപോയ ആളാണല്ലോ. അവിടെയും കൺഫ്യൂഷൻ ഉണ്ടാക്കി ഇപ്പൊ മുസ്ലിയാക്കന്മാര്. ഒരു മുസ്ലിയാര് പറയാണ് അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്തും പറയും, എല്ലാ പുറത്തും വിട്ടുകിട്. ഒരു മുസ്ലിയാര് പറയാണ് അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇരിക്കട്ടെ, ആ അബൂ ത്വാലിബ് ഹിദായത്ത് കിട്ടാതെയാ മരിച്ചു പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയായിരുന്നു. അദ്ദേഹം വിശ്വസിക്കാതിരുന്ന അവസ്ഥയിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന വ്യക്തിയാണ്. ഒരിക്കൽ ഖുറൈശി പ്രമുഖർ അദ്ദേഹത്തിന്റെ അരികിൽ വന്ന് പറയുന്നുണ്ട്, അബൂ ത്വാലിബേ, നിങ്ങൾ ഞങ്ങളെ കാരണവരാണ്, നിങ്ങളെ വാക്കിന് നാട്ടിൽ വിലയുണ്ട്, നിങ്ങളുടെ സഹോദരപുത്രൻ ഇതാ ഈ ജാതി ചില പുത്തൻവാദമായിട്ടാണല്ലോ നടക്കുന്നത്, അവന്റെ വിശ്വാസമായിട്ട് അവൻ പോയിക്കോട്ടെ, പക്ഷെ അതൊന്ന് പുറത്ത് പറയരുത്, നിങ്ങൾ പറയണം. അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കാന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലില്ലായിരുന്നു. വന്ന ശേഷം അബൂ ത്വാലിബ് പറഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞത്, മുത്താപ്പ നിങ്ങളുടെ സംരക്ഷണത്തിന് ഞാൻ മാറി നിന്നോളാം, എന്നെ കൊണ്ട് നിങ്ങൾ ഇടങ്ങാറാവണ്ട,
ഞാൻ ഈ ദൗത്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ആ രംഗത്ത് മരിച്ചു വീഴേണ്ടി വന്നാലും ഞാൻ തയ്യാറാണ്. തന്റെ സഹോദര പുത്രന്റെ ധൈര്യം കണ്ടപ്പോ അബൂ ത്വാലിബ് വല്ലാത്തൊരു വർത്തമാനം പറഞ്ഞു. വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സദാ ഫിത്തുറാബി ദഫീനാ. മോനെ മുഹമ്മദേ, നീ ധൈര്യത്തോടെ മുന്നോട്ട് പോയിക്കോ. നിനക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ മരിക്കുന്നത് വരെ തരും. ഞാൻ മരിച്ച് ഈ മണ്ണ് തലയണാക്കി കിടക്കുന്നത് വരെ എല്ലാ